നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. റബ്ബർ വിപണിയിൽ ഉണർവ്. RSS ഫോർണം റബ്ബറിന് കിലോയ്ക്ക് 271 രൂപ. പ്രതീക്ഷയോടെ കർഷകർ. പുഞ്ചവയൽ പാക്കാനത്ത് വളർത്തുനായിയെ കൊന്നത് പുലി തന്നെയെന്ന് വനംവകുപ്പ്. അടുത്തടുത്ത ദിവസങ്ങളിൽ പുലി ജനവാസ മേഖലയിലെത്തി. ഭയപ്പാടോടെ പ്രദേശവാസികൾ. പാല റിവർവ്യൂ റോഡിൽ കാർ മീനച്ചിലാറിന്റെ കൈവരിയിൽ ഇടിച്ച് അപകടം. വാഹനമോടിച്ചയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി കുളത്തൂർ മൂഴി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യം. പുനർനിർമ്മാണം തുടങ്ങിയിട്ട് 6 മാസങ്ങൾ. റോഡ് അടച്ചിട്ടുള്ള നിർമ്മാണം ജനങ്ങളെ വലയ്ക്കുന്നു. വാർത്തകൾ വിശദമായി. റബ്ബർ വിപണിയിൽ റെക്കോർഡ് കുതിപ്പ്. RSS ഫോർണം റബ്ബറിന് കിലോയ്ക്ക് 271 രൂപയാണിപ്പോൾ. സംസ്ഥാനത്ത് റബ്ബർ വിലയിൽ വൻ വർധനവ്. കർഷകർക്കും തോട്ടം മേഖലയ്ക്കും ആശ്വാസം പകർന്ന് RSS 4 ഗ്രേഡ് റബ്ബറിന് കിലോയ്ക്ക് 271 രൂപ എന്ന റെക്കോർഡ് നിരക്കിലെത്തി. അന്താരാഷ്ട്ര വിപണിയിലുണ്ടായ വിലക്കയറ്റവും ആഭ്യന്തര വിപണിയിലെ ദൗർലഭ്യവുമാണ് വില ഉയരാൻ പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണത്തിലുണ്ടായ വർധനവും പ്രീമിയം ടയറുകളുടെ കയറ്റുമതി കൂടിയതും അന്താരാഷ്ട്ര തലത്തിൽ പ്രകൃതിദത്ത റബ്ബറിന്റെ ആവശ്യം വലിയ തോതിൽ ഉയർത്തിയിട്ടുണ്ട്. ബാങ്കോക്ക് അടക്കമുള്ള വിദേശ വിപണികളിലും സമാനമായ വിലക്കയറ്റം ദൃശ്യമാണ്. ആഗോളതലത്തിൽ ഉപഭോഗം വർദ്ധിക്കുമ്പോഴും പ്രതികൂല കാലാവസ്ഥയും മറ്റ് കാരണങ്ങളും മൂലം വിപണിയിൽ ആവശ്യത്തിന് റബ്ബർ എത്തുന്നില്ലെന്ന് അസോസിയേഷൻ ഓഫ് നാച്ചുറൽ റബ്ബർ പ്രൊഡ്യൂസിംഗ് കൺട്രീസ് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രതിസന്ധിയിലായിരുന്ന കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വില 250 രൂപ കടന്നു മുന്നേറുന്നത് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നതെന്ന് റബ്ബർ ഡീലറായ ജെയിംസ് പറയുന്നു. ഈ പരുവത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പം ഷോർട്ടേജ് ഉണ്ട്. കേരളത്തിൽ നിന്ന് നല്ല ഷോർട്ടേജ് ഉണ്ട്. ഇന്ത്യയിൽ മൊത്തം ഷോർട്ടേജ് ഉണ്ട്. ഇമ്പോർട്ട് കൊണ്ട് മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാൻ മേല. അപ്പോൾ ഒരു 300 രൂപ വരെ വേണം ഇത് പ്രതീക്ഷിക്കാവുന്ന വിലയാണ്. ഇപ്പം ലാറ്റക്സിനാണെങ്കിലും 65 രൂപ ഇന്ന് നടന്നിട്ടുണ്ട്. ഇപ്പം റെക്കോർഡ് വില തന്നെയാണ്. ക്രംബ് ഇപ്പോൾ 235 വരെ ഇന്ന് ചോദിച്ചിട്ടുണ്ട്. 30 പയർ എല്ലാവരും കമ്പനികളുടെയൊക്കെ കവറിങ്ങുകാർ ചോദിക്കുന്നുണ്ട്. എന്നാലും 35 വരെ നടക്കാം. വരും ദിവസങ്ങളിലും വിപണിയിൽ ഈ അനുകൂല സാഹചര്യം തുടരുമെന്നാണ് വ്യാപാരികളും വിപണി വിദഗ്ധരും പ്രവചിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുഞ്ചവയൽ പാക്കാനം ഇഞ്ചിക്കുഴി കൂപ്പിനോട് ചേർന്ന് വീട്ടുമുറ്റത്തെ വളർത്തുനായയെ കൊലപ്പെടുത്തി ഭക്ഷിച്ചത് പുലി തന്നെയെന്ന് വനംവകുപ്പ്. കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയാണെന്ന് സ്ഥിരീകരിച്ചത്. പുഞ്ചവയൽ പാക്കാനം ഇഞ്ചക്കുഴിയിൽ വളർത്തുനായയെ കൊന്നത് പുലിയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. കൂട് സ്ഥാപിക്കാൻ നടപടി തുടങ്ങി. വനാതിർത്തിയിലെ ജനവാസ മേഖലയിലാണ് പുലി സാന്നിധ്യം കണ്ടെത്തിയത്. വനാതിർത്തിയിൽ നിന്നും 100 മീറ്റർ അകലെ കലങ്ങോട്ടിൽ ഷാജിയുടെ ആൾതാമസമില്ലാത്ത വീടിന് മുൻപിൽ കെട്ടിയിരുന്ന നായയാണ് കൊലപ്പെടുത്തി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീപത്ത് താമസിക്കുകയായിരുന്ന ഉടമ കഴിഞ്ഞ ദിവസം രാവിലെയാണ് നായയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വനം വകുപ്പിൽ വിവരം അറിയിച്ചതോടെ അവർ ക്യാമറ സ്ഥാപിച്ചു. ഇന്നലെ രാവിലെ അതേ സ്ഥലത്ത് നായയുടെ ജഡം ഭക്ഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ കണ്ടതോടെയാണ് പുലിയെന്ന് വനം വകുപ്പ് ഉറപ്പിച്ചത്. 2 ആഴ്ച മുൻപും ഇതിന് സമീപം കൊടുങ്ങാട്ടുശ്ശേരിയിൽ രാജന്റെ നായയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. വനാതിർത്തിയിലെ സോളാർ വേലി പ്രവർത്തനരഹിതമാണ്. ഇതോടെ വനത്തിൽ നിന്നും മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. അതേസമയം പുലിയെ പിടികൂടുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. വനത്തിന്റെ 100 മീറ്റർ അടുത്തായതിനാൽ ഇര തേടിയ പുലി വനത്തിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ടാകുമെന്നാണ് വനം വകുപ്പിന്റെ കണക്കുകൂട്ടൽ. 4ഓളം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ദൃശ്യങ്ങൾ ഓരോ ദിവസവും പരിശോധിച്ചു വരികയാണ്. നിലവിലെ സാഹചര്യം റേഞ്ച് ഓഫീസർ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസം അടുപ്പിച്ച് ജനവാസ മേഖലയിൽ പുലി എത്തിയതോടെ പ്രദേശത്തെ ജനങ്ങൾ ആശങ്കയിലാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പാല റിവർവ്യൂ റോഡിൽ കാർ മീനച്ചിലാറിന്റെ കൈവരിയിലിടിച്ച് അപകടമുണ്ടായി. വാഹനം ഓടിച്ചയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പാല റിവർവ്യൂ റോഡിൽ നിയന്ത്രണം വിട്ട കാർ മീനച്ചിലാറിന്റെ കൈവരിയിലിടിച്ച് അപകടം. നെച്ചിപ്പൂഴൂർ സ്വദേശി ബിജു KR ഓടിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ബിജുവിന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാർ മീനച്ചിലാറിന്റെ സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ചു നിന്നതിനാലാണ് ആറ്റിൽ പതിക്കാതിരുന്നത്. പാല പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ഇന്നലെ ഉച്ചകഴിഞ്ഞായിരുന്നു അപകടം. ന്യൂസ് ബ്യൂറോ, പാല. കാഞ്ഞിരപ്പള്ളി കുളത്തൂർ മൂഴി റോഡിന്റെ പുനർനിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. പണി തുടങ്ങിയിട്ട് 6 മാസത്തിലേറെയായെങ്കിലും നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ ഈ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ഇത് യാത്രക്കാരെ ഒട്ടൊന്നുമല്ല വലയ്ക്കുന്നത്. കാഞ്ഞിരപ്പള്ളി കുളത്തൂർ മൂഴി റോഡിന്റെ കാഞ്ഞിരപ്പള്ളി മുതൽ മണ്ണനാനി വരെയുള്ള ഭാഗങ്ങളിലാണ് പണി നടക്കുന്നത്. പണി തുടങ്ങിയിട്ട് 6 മാസം ആയെങ്കിലും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. 3 മാസം മുൻപ് ചിറക്കടവ് 3-ാം മൈലിലെ കലുങ്കുപണിയുമായി ബന്ധപ്പെട്ട് റോഡ് പൂർണ്ണമായും അടച്ചിരുന്നു. ഈ കലുങ്കുപണി പൂർത്തിയാക്കി 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും മണ്ണനാനി ഭാഗത്തെ കലുങ്കുപണി തുടങ്ങി. ഇതിനായി 3 ആഴ്ചയായി റോഡ് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. അതിനാൽ ഈ വഴി കാഞ്ഞിരപ്പള്ളിക്ക് പോകേണ്ട വാഹനങ്ങൾ ചിറക്കടവ് SRV
റെയിൽവേ ജംഗ്ഷൻ ചുറ്റി വേണം പോകാൻ. ഇതുമൂലം യാത്രക്കാരും നാട്ടുകാരും ഏറെ ദുരിതത്തിലാണ്. 3 മാസം മുമ്പ് നമ്മുടെ ചിറക്കടവിലെ 3 മൈൽ പാലം പണിഞ്ഞ് ഇതുപോലെ തന്നെ വഴി ബ്ലോക്ക് ചെയ്തതാണ്. അതുകൂടെ ഒന്നിച്ച് ചെയ്യുമായിരുന്നത് മനുഷ്യർക്ക് യാത്ര ദുരിതമില്ലായിരുന്നു. സ്കൂൾ കുട്ടികളൊന്നും ഇല്ലാത്ത സമയമായിരുന്നു അന്ന് അത് കുളിച്ചപ്പോൾ. ഇപ്പോൾ ഇത് വളരെയേറെ ദുരിതമാണ് ജനങ്ങൾക്ക്. ബസ്സുകളാണെങ്കിലും ഇതിലെ ഒരു 10-15 ബസ് കാഞ്ഞിരപ്പള്ളി മണികളായിട്ട് ഓടുന്ന ഈ ബസ്സെല്ലാം ഒത്തിരി വളഞ്ഞു വിറ്റി ഇവിടുന്ന് തെക്കത്തുകല ചെന്നിട്ട് മൂങ്ങാത്തോട് ചെന്ന് 3 മൈൽ കയറി അത് TB റോഡിൽ ചെന്നിട്ട് പിന്നെയും കാഞ്ഞിരപ്പള്ളിക്ക് വളച്ചു വരേണ്ട അവസ്ഥയാണ്. 3/4 മണിക്കൂർ ബസ്സിന് സമയം പോകുന്നു. യാത്രക്കാർക്ക് പലയിടത്തുനിന്നും കയറാൻ പറ്റാതെ വരുന്നു. സ്കൂൾ കുട്ടികൾക്ക് കയറാൻ പറ്റാതെ വരുന്നു. മൊത്തത്തിൽ സ്കൂൾ ബസ്സുകളുണ്ട്. ഇതെല്ലാം ദുരിതമാണ്. 3 മൈലിലെ കലുങ്ക് പണിതപ്പോൾ തന്നെ മണ്ണനാനി കലുങ്ക് കൂടി പണിയുകയായിരുന്നെങ്കിൽ ഒരു പ്രാവശ്യം റോഡ് ബ്ലോക്ക് ചെയ്താൽ മതിയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. മഴക്കാലവും കുട്ടികളുടെ സ്കൂൾ തുറക്കലും എല്ലാം കൂടിയായപ്പോൾ ജനങ്ങൾ വളരെയധികം ദുരിതത്തിലായി. കലുങ്കുപണി എത്രയും വേഗം തീർത്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേരള യൂത്ത് ഫ്രണ്ട് ഏർപ്പെടുത്തിയ KM മാണി എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. ജോസ് കെ മാണി MP വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരള യൂത്ത് ഫ്രണ്ട് ഏർപ്പെടുത്തിയ KM മാണി എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. സംസ്ഥാനതല ഉദ്ഘാടനം കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി MP നിർവഹിച്ചു. നമ്മൾ ഈ എക്സലൻസ് അവാർഡ് കൊടുക്കുമ്പോൾ, ഈ മികവിന്റെ അവാർഡ് കൊടുക്കുമ്പോൾ അത് വലിയൊരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പമുള്ളവരോടും നിങ്ങളോട് പിന്നിൽ നിന്ന് നിങ്ങളോടൊപ്പം വരാനും അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നിൽ യാത്ര ചെയ്യുന്നവർക്കുമുള്ള ഒരു പ്രചോദനമായി മാറുക എന്നുള്ളതാണ്. അത് തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും, പ്രത്യേകിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചവരെ, ഹാറ്റ്സ് ഓഫ് ടു യു. അത്രമാത്രം കഠിനാധ്വാനം നിങ്ങൾക്കുണ്ടായിരുന്നു. അത് ഞാൻ പ്രത്യേകം നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അനുമോദിക്കുന്നു. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാഴിക്കാടൻ അധ്യക്ഷനായി. +2, 10ാം ക്ലാസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇളംകുളം സെന്റ് മേരീസ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെയും സെന്റ് മേരീസ് LP സ്കൂളിന്റെയും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും മെറിറ്റ് ഡേയും വെള്ളിയാഴ്ച നടക്കും. രാവിലെ 10:30 മന്ത്രി മോൻസ് ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. ലോഗോ പ്രകാശനവും കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനവും ജോസ് കെ മാണി MP നിർവഹിക്കും. കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ അധ്യക്ഷനാകും. മാണി സി കാപ്പൻ MLA പ്രതിഭകളെ ആദരിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഡാർവിൻ വാലുമണ്ണേൽ, ഹെഡ് മിസ്ട്രസ് രാജിമോൾ ജോസഫ്, LP സ്കൂൾ HM ആൻസ് ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 114 വർഷത്തെ പഴക്കമുള്ള ഇളംകുളം സെന്റ് മേരീസ് LP സ്കൂളിന് പുതിയ കെട്ടിടം പണി പൂർത്തിയാക്കി അതിൻ്റെ ഉദ്ഘാടനം ഈ മാസം 10-ാം തീയതി രാവിലെ 10:30 നടത്തുകയാണ്. കേരള ജലവിഭവ ഭവന നിർമ്മാണ മന്ത്രി ബഹുമാനപ്പെട്ട മോൻസ് ജോസഫാണ് ഉദ്ഘാടനം ചെയ്യുക. പ്രസ്തുത മീറ്റിങ്ങിൽ അഭിമന്യ മാർ ജോസ് പുളിക്കൽ പിതാവ്, കാഞ്ഞിരപ്പള്ളി രൂപതാ അധ്യക്ഷൻ, ഫ്രാൻസിസ് ജോർജ് MP, ജോസ് കെ മാണി MP, മാണി സി കാപ്പൻ MLA, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവിടങ്ങളിലുള്ള പ്രതിനിധികളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. പനമറ്റം ഗവൺമെന്റ് സ്കൂളിൽ +1 പ്രവേശനോത്സവവും മെറിറ്റ് ഡേ ആഘോഷവും നടന്നു. എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് യമുന പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. പനമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനവും മെറിറ്റ് ഡേ ആഘോഷവും നടന്നു. എലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യമുന പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഷീബ കെയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സൗജന്യ PSC എൻട്രൻസ് കോച്ചിംഗ് ക്ലാസുകളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് കുന്നപ്പള്ളി നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീത സജി മുഖ്യപ്രഭാഷണം നടത്തി. വാർഡംഗം ശ്രീജ സരീഷ്, SMDC ചെയർമാൻ ഹരികൃഷ്ണൻ ചെട്ടിയാർ, വാർഡംഗം അബ്ദുൾ കരീം, സ്കൂൾ ഹെഡ് മിസ്ട്രസ് പ്രിയ MD എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറിയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും വിതരണം ചെയ്തു. അധ്യാപകരായ സുനിൽ KS, ബാബു M, നീതുമോൾ, അൽഫോൻസ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഓണത്തിന് പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യവുമായി കുരുവിക്കൂട്ടിലെ ഓട്ടോക്കാരും സ്വന്തം നിലയിൽ പച്ചക്കറിത്തോട്ടങ്ങളുടെ നിർമ്മാണം, പ്രചരണം എന്നിവ സംഘടിപ്പിക്കും. ഓണത്തിന് മികച്ച അടുക്കളത്തോട്ടം നിർമ്മിക്കുന്ന ഓട്ടോ കുടുംബാംഗത്തിന് സമ്മാനം നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു പെരുമനങ്ങാട്ട് നിർവഹിച്ചു.
പാല അൽഫോൻസ കോളേജിൽ അഖില കേരള ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം നടത്തി. രമേശ് പിഷാരടി MLA ഉദ്ഘാടനം ചെയ്തു. പാല അൽഫോൻസ കോളേജിൽ ലോകകപ്പ് ഫുട്ബോൾ 2026 ആവേശം ഉൾക്കൊണ്ട് സമർത്ഥ കോളേജ് യൂണിയൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് എസ്ഫറെ 2026 എന്ന പേരിൽ കായിക സാംസ്കാരിക ഉത്സവത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥിനികൾക്കായി സംഘടിപ്പിച്ച അഖില കേരള ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം പാലക്കാട് MLAയും ചലച്ചിത്ര താരവുമായ രമേശ് പിഷാരടി ഉദ്ഘാടനം ചെയ്തു. പല സ്ഥലങ്ങളിലും ഒരു വേൾഡ് കപ്പ്, അത് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആണെങ്കിൽ അങ്ങനെ, ഫിഫ ആണെങ്കിൽ അങ്ങനെ എന്ന് പറയുന്ന സീസണലായ ആഘോഷങ്ങൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു കോളേജ്, ഒരു കലാലയം നിരന്തരമായി വിജയങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആഘോഷങ്ങളും എഫേർട്ടും സീസണൽ അല്ല, അത് 365 ദിവസവും നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് എനിക്ക് ഈ കോളേജിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നിരന്തരമായ ശ്രമത്തിലൂടെയാണ് ഇത്രയും പ്രതിഭകളെ വാർത്തെടുക്കാൻ ഒരു കലാലയത്തിന് സാധിക്കുന്നത്. അതിന് മുന്നിട്ടിറങ്ങുന്ന ഇവിടുത്തെ അധ്യാപകർ, അവരുടെ അതിനുള്ള സമയം കണ്ടെത്തുന്നതിനുള്ള മനസ്സ്, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള തീരുമാനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഒരു കലാലയം അജയ്യമായി ഇങ്ങനെ മുന്നിലേക്ക് പോകാൻ സാധിക്കുന്നത്. മാൻസി കാപ്പൻ MLA മുഖ്യ പ്രഭാഷണം നടത്തി. കോളേജ് മാനേജർ മോൺസിഞ്ഞർ ജോസഫ് കണിയൊടിക്കൽ അധ്യക്ഷനായിരുന്നു. UP, SH, SHS വിഭാഗങ്ങളിലെ പെൺകുട്ടികൾക്കാണ് മത്സരങ്ങൾ. കോളേജിലെ വിദ്യാർത്ഥിനികൾക്കായി ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ മാറ്റിവെക്കുന്ന ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ഫുട്ബോൾ മത്സരങ്ങൾ നടന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മിനിമാൾ മാത്യു, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മഞ്ജു, ബർസാറച്ചന്മാരായ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ, ഫാദർ കുര്യാക്കോസ് വടക്കേത്തകടയിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാല. റോട്ടറി ഡിസ്ട്രിക്റ്റും K. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് അശരണർക്ക് ഉദയകിരൺ 3 പദ്ധതി പ്രകാരം 100 വീടുകൾ നിർമ്മിച്ചു നൽകുന്നു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽപ്പെട്ട BPL വിഭാഗത്തിൽ ഉള്ള ഭവനരഹിതരായ 100 കുടുംബങ്ങൾക്കാണ് വീടുകൾ വെച്ചു നൽകുന്നത്. പദ്ധതിയുടെ കാലാവധി 2026 ജൂലൈ 1 മുതൽ 2027 ജൂൺ 30 വരെയാണ്. ആദ്യം വരുന്ന 100 അപേക്ഷകൾ മാത്രമേ പരിഗണിക്കൂവെന്നും ഭാരവാഹികൾ അറിയിച്ചു. BPL കുടുംബത്തിന് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കാലാവധി 1 വർഷമാണ്. ജൂൺ 30 2027 കിഷൻജി നായർ സ്ഥാനം ഒഴിയുന്നതോടൊപ്പം തന്നെ 100ാമത്തെ വീടിൻ്റെ പണി പൂർത്തിയാക്കി താക്കോൽ ദാനം നൽകാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ 100 വീടുകൾക്കാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. ആയതുകൊണ്ട് ആദ്യം വരുന്ന 100 ആപ്ലിക്കേഷൻസ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റബ്ബർ വിപണിയിൽ ഉണർവ്. RSS 4 റബ്ബറിന് കിലോയ്ക്ക് 271 രൂപ. പ്രതീക്ഷയോടെ കർഷകർ. പുഞ്ചവയൽ പാക്കാനത്ത് വളർത്തുനായിയെ കൊന്നത് പുലി തന്നെയെന്ന് വനംവകുപ്പ്. അടുത്തടുത്ത ദിവസങ്ങളിൽ പുലി ജനവാസ മേഖലയിലെത്തി. ഭയപ്പാടോടെ പ്രദേശവാസികൾ. പാല റിവർവ്യൂ റോഡിൽ കാർ മീനച്ചിലാറിന്റെ കൈവരിയിൽ ഇടിച്ച് അപകടം. വാഹനമോടിച്ചയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി കുളത്തൂർ മൂഴി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യം. പുനർനിർമ്മാണം തുടങ്ങിയിട്ട് 6 മാസങ്ങൾ. റോഡ് അടച്ചിട്ടുള്ള നിർമ്മാണം ജനങ്ങളെ വലയ്ക്കുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.